ജീവിതം മാറണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഉള്ളിലും പുറത്തും എന്താണ് മാറേണ്ടത് എന്ന് വ്യക്തമായി അറിയാമോ? അതാണ് ഇന്നത്തെ പ്രമേയം. ആത്മയാനം അലൈൻസ് ഇന്നർ ആൻഡ് ഔട്ടർ ചേഞ്ചസ് ഫോർ എ ക്ലിയർ ബാലൻസ്ഡ് കോൺഷ്യസ് ലൈഫ്. ഇക്കാര്യത്തിൽ ആന്തരികവും ബാഹ്യവുമായ മാറ്റങ്ങൾ എന്നുള്ളതിൽ 3 കാര്യങ്ങളെയാണ് നമ്മൾ പ്രധാനമായിട്ട് അഡ്രസ് ചെയ്യുന്നത്. ഒന്ന്, ബോധവും മനസ്സിലാക്കലും എങ്ങനെ വികസിപ്പിക്കാം എന്നുള്ളതാണ്. 2, ചിന്തകളും വികാരങ്ങളും ശീലങ്ങളും എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതാണ്. 3, പെരുമാറ്റവും അനുഭവങ്ങളും ജീവിത സമന്വയവും എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ്. ഈ ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകും. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. അപ്പോ ആത്മയാനം നമ്മളെ മാറ്റങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. അതില് ജീവിതം മാറണമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ഉള്ളിലും പുറത്തും എന്തൊക്കെയാണ് മാറേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ബോധ്യം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പോ ഉള്ളിലും പുറത്തും എന്ന രീതിയിൽ തിരിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോധം എന്തെന്ന് മനസ്സിലാക്കണം, ബോധ്യം എന്തെന്ന് മനസ്സിലാവണം. അപ്പൊ ബോധം എന്ന് പറയുന്നത് വ്യക്തിക്ക് ബോധമുണ്ട്, പ്രകൃതിക്ക് ബോധമുണ്ട്, പ്രപഞ്ചത്തിന് ബോധമുണ്ട്. ഈ ബോധം എന്നുള്ളത് നമുക്ക് മനസ്സിലാകാതെ പോകുന്നത് പലപ്പോഴും നമുക്കുണ്ടാവുന്ന തോന്നലുകളെ ബോധം എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്. തോന്നലുകളും ബോധത്തിന്റെ ഭാഗമാണ്, പക്ഷെ തോന്നലുകളല്ല ബോധം. അപ്പൊ ബോധം എന്നുള്ളത് എന്താണ് എന്നുള്ളത് ആഴങ്ങളിൽ അന്വേഷിക്കുന്നവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ആഴങ്ങളിൽ അന്വേഷിച്ചു പോകാത്തവർക്ക് തോന്നലുകളാണ് ബോധം എന്ന് പറയുന്നത്. ആ തോന്നലുകളിൽ സ്ഥിരത നേടിയ തോന്നലുകളാണ് ബോധ്യം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോ ബോധം എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണെന്ന്, ചുറ്റുപാടുമുള്ള സ്ഥിതിയെ അറിയുന്നൊരവസ്ഥയാണ് നമുക്കറിയാവുന്ന ബോധം എന്ന് പറയുന്നത്. ചുറ്റുപാടുമുള്ള അവസ്ഥയെ അറിയുന്ന സ്ഥിതി. ഈ സ്ഥിതി എന്നുള്ളത് ചുറ്റുപാടിനെ തന്നെ രൂപകൽപ്പന ചെയ്യുന്ന ഒന്നാണെന്ന് തിരിച്ചറിയുന്ന ഒരിടത്താണ് ബോധം എന്നുള്ളത് നമ്മൾ കരുതിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിപ്പോകുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഒളിമ്പസിന്റെ പാഠങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആത്മയാനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അതിലെ ഇക്കോജനസിസിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അപ്പൊ അതില് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വ്യക്തത ഉള്ള ഈ ബോധം എന്താണെന്നുള്ള ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ബോധത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ബോധ്യം എന്തെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോഴാണ് നമ്മൾ ഈ അറിയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിലുള്ളതാണോ, നമ്മൾ ഡേറ്റ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ശരിക്കും ഉള്ളതാണോ, യഥാർത്ഥത്തിൽ ഇതെന്താണ്, ഞാൻ എന്ന് പറയുന്നത് എന്താണ്. നമ്മൾ മുമ്പ് പ്രകൃതിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്, പ്രകൃതിയിൽ എന്റെ സ്ഥാനം എന്താണ്, അതിൽ ഞാൻ നിൽക്കുന്ന ഇടം എന്താണ് എന്നുള്ളതിനെ ബോധത്തോടുകൂടി ബോധ്യപ്പെടുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഈ ആത്മയാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോ ഇതിനെ വികസിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ഈ ആത്മയാനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം. പിന്നെ ഉള്ള ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ചിന്തകളുണ്ടല്ലോ, ചിന്തകളും ഭാവനകളും എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. ചിന്തകളിൽ എന്താണ് ചിന്തയെ എങ്ങനെയാണ് നമ്മൾ വിറ്റ്നസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഭാവന ഉണ്ടാവുന്നത്, ഭാവനകൾ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, ഭാവന എന്നുള്ളത് എവിടേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക, ചിന്തകൾ എവിടേക്കാണ് കൊണ്ടെത്തിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്ന ഒരവസ്ഥയുണ്ട്. അവിടെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നത്. ചിന്തയിൽ നമ്മൾ കുറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ചിന്ത എന്താണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാലാണ് അവിടെ മാറ്റം വരുത്താൻ പറ്റുക. ചിന്ത എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് അതിൽ മാറ്റം വരുത്താൻ കഴിയുക. അതുപോലെ തന്നെ ഭാവന, ചിന്തയും ഭാവനയും അഭേദ്യമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. ആ ഭാവന എന്നുള്ളത് എങ്ങനെയാണ് രൂപപ്പെടുന്നത്, ചിന്താശൈലി എങ്ങനെയാണ് രൂപപ്പെടുന്നത്, മനസ്സിന്റെ രൂപീകരണം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആത്മയാനത്തിൽ നമ്മൾ ബോധ്യപ്പെടുന്നുണ്ട്.
മൂന്നാമത്തത് ഈ വികാരങ്ങൾ എന്നുള്ളതാണ്. നമ്മുടെ വികാരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറയാറുണ്ടല്ലോ ശാരീരിക കാലാവസ്ഥയാണെന്ന്. നമ്മുടെ പരിസരത്ത് ഉണ്ടാകുന്ന ചലനങ്ങൾക്കനുസരിച്ച്, നമ്മിലുണ്ടാകുന്ന അകത്തോ പുറത്തോ ഉള്ള പരിസരത്ത് ഉണ്ടാകുന്ന ചലനങ്ങൾക്കനുസരിച്ച് ശരീരം സ്വീകരിക്കുന്ന ഒരു പശ്ചാത്തലം, സാന്ദർഭികമായ പശ്ചാത്തലം, ഒരു ശാരീരിക കാലാവസ്ഥയാണ് വികാരം എന്ന് പറയുന്നത്. അപ്പോ വികാരങ്ങൾ നമ്മളെ എവിടേക്കാണ് കൊണ്ടെത്തിക്കുന്നത്? ഈ വികാരങ്ങളുടെ തന്നെ വേറൊരു രൂപമായിട്ടുള്ള വർത്തമാനത്തിൽ എങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്താണ്? അത് ആന്റിസിപ്പേഷൻസ് ആണ്, പ്രതീക്ഷകളാണ്, പ്രത്യാശകളാണ്. അപ്പോ ഈ വൈകാരികമായിട്ട് നമ്മുടെ പ്രതികരണങ്ങൾ നമ്മുടെ പ്രത്യാശകളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ കാര്യങ്ങൾ, അപ്പോൾ ഇമോഷൻസിനെ മനസ്സിലാക്കേണ്ടതുണ്ട്, അതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. പ്രത്യാശകളെ മനസ്സിലാക്കേണ്ടതുണ്ട്, അതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. ആത്മജ്ഞാനം നമ്മളെ അതിനു പാകപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇതെല്ലാവരിലും പൂർണ്ണമായിട്ട് സാധ്യമാവുക എന്നുള്ളത് അവരവരുടെ ആന്തരിക ശേഷികൾക്കനുസരിച്ചാണ്. അതും നമ്മളെ ബോധ്യപ്പെടുത്താൻ ഒരു വേദി ഒരുക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിന്റെ വ്യത്യസ്ത തലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിൽ ഒന്നാണ് ശീലം എന്ന് പറയുന്നത്, അല്ലെ? നമ്മളെല്ലാം ശീലങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവരാണ്. ശീലങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതശൈലി ഉള്ളത്. ഈ ശീലം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു തവണ ചെയ്തപ്പോൾ നമ്മൾ അതിന് ആ ഒരു പ്രവൃത്തിയിലൂടെ കടന്നുപോയി വീണ്ടും ഒരിക്കൽ കൂടെ ചെയ്യുന്ന സമയത്ത് അതുപോലെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ആദ്യം ചെയ്തതുപോലെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം നമ്മുടെ ന്യൂറൽ വയറിങ് അത്തരത്തിലായിരിക്കും. നമ്മുടെ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി, അല്ലെ സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് അത് തന്നെ ആവർത്തിച്ച് ചെയ്യാനുള്ള ത്വരയാണ് നമുക്ക് കൂടുക. അപ്പോൾ നമ്മുടെ ജീവിത ശൈലികളെല്ലാം തന്നെ, ദിനചര്യകളെല്ലാം തന്നെ ഈ ശീലങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ ശീലം എന്നുള്ളത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നത്. ജീവിത ശൈലിയിൽ മാറ്റം വരുത്തുന്നത് നമ്മുടെ ശീലങ്ങളിലാണ് മാറ്റം വരുത്തുന്നത്. അപ്പൊ അവിടെ ആണ് നമ്മൾ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ശീലം എന്ന് പറയുന്നത് നമ്മുടെ ശിക്ഷിതാവബോധവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് പഠിക്കാം അത് ഡീറ്റെയിൽ ആയിട്ട്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റമാണ്. പ്രകട മനസ്സിലുള്ള പെരുമാറ്റം, നമ്മുടെ ശീലങ്ങൾക്കനുസരിച്ച് നമ്മുടെ വികാരങ്ങളും നമ്മുടെ പ്രത്യാശകളും ഉണ്ടല്ലോ, അത് നിൽക്കുന്ന ഒരിടത്തിനനുസരിച്ച്, അതായത് ഉപബോധത്തിനനുസരിച്ച് ചിന്തകളും മറ്റു ഭാവനകളൊക്കെ വരുന്ന ബോധമനസ്സിനനുസരിച്ച് ഇവയെല്ലാം രൂപപ്പെടുത്തുന്നതാണ് നമ്മൾ അതിനോട് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത്. അതാണ് ആക്റ്റീവ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്, പ്രകട മനസ്സ് എന്ന് പറയുന്നത്. ആ പ്രകട മനസ്സിന്റെ സ്വഭാവം എന്താണ്, അതെങ്ങനെയാണ് രൂപപ്പെടുന്നത്, അതിന്റെ പ്രവർത്തന രീതി എന്താണ്, അവിടെയാണ് നമുക്ക് സമീപനങ്ങൾ ഉണ്ടാവുക. നമ്മൾ ഓരോ കാര്യങ്ങളെയും എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത്, ഫിസിക്കലി എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് പെരുമാറ്റത്തിലാണ് വരിക. അപ്പോൾ പെരുമാറ്റവും സമീപനവും എന്താണെന്ന് അറിഞ്ഞ് അതിനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ ആത്മജ്ഞാനത്തിലൂടെ പഠിക്കുന്നുണ്ട്. അതിൻ്റെയും അപ്പുറത്താണ് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ. അപ്പോൾ ഈ അനുഭവം എന്നുള്ളത് എന്താണ്? നമ്മുടെ മുന്നിൽ ഉണ്ടാവുന്ന സംഭവം എന്താണ്? ഈ നമ്മുടെ അനുഭവങ്ങളും സംഭവങ്ങളും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുക എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. അതറിയുമ്പോഴാണ് നമ്മുടെ അനുഭവങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. എനിക്കെപ്പോഴും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ദുരിതങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ആ അനുഭവങ്ങളെ മാറ്റാൻ ഈ മുമ്പ് പറഞ്ഞ സഹജാവബോധത്തിലും ശിക്ഷിതാവബോധത്തിലും ഉപബോധത്തിലും ബോധത്തിലും അതുപോലെ തന്നെ പ്രകടബോധത്തിലും ഒക്കെ ഉള്ള പാറ്റേണുകളെ കൈകാര്യം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളെ, നമ്മുടെ ചുറ്റുപാടുമുണ്ടാകുന്ന സംഭവങ്ങളെ, ഇവയെ എങ്ങനെ സമന്വയിപ്പിക്കാം എന്നുള്ളത്, നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയാണ് നിലനിർത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അവിടെ ബോധ്യപ്പെടും. അവിടെയാണ് നമ്മൾ വേറൊരു മാറ്റം വരുത്തുന്നത്. ഇതൊക്കെ കഴിഞ്ഞു. നമ്മുടെ പുറത്തൊരു ലോകമുണ്ട്, അകത്തൊരു ലോകമുണ്ട്. ഇപ്പൊ ഞാൻ അറിയുന്ന ഒരു വ്യക്തിയുണ്ട്, എൻ്റെ ആന്തരികമായിട്ടുള്ള ഒരു സമൂഹമുണ്ട്, എൻ്റെ ബാഹ്യമായിട്ടുള്ള ഒരു സമൂഹമുണ്ട്. ഈ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള സമൂഹങ്ങളുണ്ടല്ലോ. ആന്തരിക സമൂഹം എന്ന് വെച്ചാൽ എൻ്റെ അവയവങ്ങളുടെ സമൂഹമാണ്. ബാഹ്യ സമൂഹം എന്ന് വെച്ചാൽ എന്നെപ്പോലുള്ള മനുഷ്യരും മറ്റു ജീവജാലങ്ങളും കൂടിയതാണ്. എൻ്റെ ജീവിതാനുഭവങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ്. ഇവരുമായിട്ട് എങ്ങനെയാണ് കോഹറൻസിലായിരിക്കുക, സഹവർത്തിത്വത്തിലായിരിക്കുക, എങ്ങനെയാണ് സഹകരിച്ചുകൊണ്ട് ഒരേപോലെ പ്രവർത്തിച്ച് മുൻപോട്ട് പോവുക എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. ആ ബോധ്യവും ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഏകോപനവും സഹകരണവും
ആന്തരിക സമൂഹവുമായിട്ടും ബാഹ്യ സമൂഹവുമായിട്ടും ഞാൻ എന്ന വ്യക്തിക്ക് എങ്ങനെയാണ് സഹകരിക്കാൻ കഴിയുക, കോഹറൻസ്, കോഓപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടെ മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ അപ്പുറത്ത് ഇവയെല്ലാം തമ്മിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, സഹജാവബോധം, ശിക്ഷിതാവബോധം, പിന്നെ ഉപബോധം, പിന്നെ എന്താ പറയുക, സത്താബോധം, പ്രകടബോധം, പ്രതിബോധം എന്ന് പറയുന്ന ഇത്രയേറെ ബോധതലങ്ങളെല്ലാം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനെ നമ്മൾ അനുഭവിക്കുന്നു. അതുമാത്രം മതിയോ? അതിനെ മാറ്റാനുള്ള ചില ടെക്നിക്സും പഠിക്കുന്നു. അങ്ങനെയല്ല, ഇവയെല്ലാം തമ്മിൽ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്, അതിന്റെ ഒരു കാലിബ്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആന്തരിക ബാഹ്യവുമായിട്ടുള്ള ഈ ബോധതലങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കാലിബ്രേറ്റ് ചെയ്യേണ്ടത്, അതില് അകത്തും പുറത്തുമുള്ള കാര്യങ്ങളെ സുതാര്യമായി കണ്ടറിയേണ്ടത്, അതിനാണ് റിയലൈസേഷൻ അല്ലെങ്കിൽ സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്. അത് എങ്ങനെയാണ് ശരിയാക്കേണ്ടത്? നമുക്ക് ആന്തരികമായിട്ടുള്ളൊരു കാര്യത്തെ ബാഹ്യലോകത്തു നിന്നും തിരിച്ചറിയാൻ കഴിയുന്ന സമയത്താണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും സുഗമമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുക. അതെങ്ങനെയാണ് രൂപവൽക്കരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും നമ്മളിവിടെ ബോധ്യപ്പെടുകയും മനസ്സിലാക്കി പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളെ സമന്വയിപ്പിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ടുള്ള ജീവിത പരിവർത്തനം സംഭവിക്കുന്നത്. അപ്പൊ ഈ പരിവർത്തനത്തിന് വേണ്ടുന്ന ക്രമീകരണങ്ങളാണ്, പ്രവർത്തന തത്വങ്ങളാണ് നമ്മൾ ആത്മയാനത്തിലൂടെ കൈവരിക്കാൻ പോകുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ടത് പഠിക്കുമ്പോൾ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ അത് നമുക്ക് കരഗതമാവുകയുള്ളൂ. പക്ഷേ അങ്ങനെയാണ് നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അല്ലാതെ പെരിഫറലായിട്ട് നമ്മൾ ഉപരിപ്ലവമായിട്ട് ഇതിലൊരു മാറ്റം വേണമെന്ന് നാളെ മുതൽ ഞാൻ ഇന്ന ഒരു ശീലം മാറ്റിയേക്കാം എന്ന് പറഞ്ഞാൽ മാറില്ല. കാരണം ശീലം എന്നുള്ളത് വളരെ പെരിഫറലായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിന് അടിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അടിയിൽ മുകളിലുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവയെല്ലാം അറിയാം. ഇപ്പൊ ഒരു ജാലിക, ഒരു നെറ്റ് ഉണ്ടെന്നിരിക്കട്ടെ. ആ ഒരു നെറ്റ് ഉണ്ടെങ്കിൽ ആ നെറ്റിന്റെ ഒരു കണ്ണിയുടെ സ്ഥാനം ശരിയല്ല എന്ന് തോന്നി ആ കണ്ണി മാത്രമായിട്ട് മാറ്റാൻ നമുക്ക് കഴിയില്ല. ഒരു കണ്ണി പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഇളകും. ചിലന്തി വലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുട്ടിയാൽ അത് മുഴുവൻ ഇളകും. അതുപോലെ നമ്മുടെ ഉള്ളിലെ സമഗ്രമായ ഒരു ജാലികയാണ് ബോധത്തിന്റെ ഈ വ്യത്യസ്ത തലങ്ങൾ. ഇത് മറ്റു പലതുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ബന്ധത്തെ ബോധ്യപ്പെടാതെ ഏതെങ്കിലും ഒന്നിനെ മാത്രമായിട്ട് മാറ്റാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ മാറ്റുന്നതിനെയാണ് നമ്മൾ പാറ്റേൺ ഷിഫ്റ്റ് എന്ന് പറയുക. ഈ പാറ്റേൺ ഷിഫ്റ്റ് എന്നുള്ളത് ബോധത്തിൽ നടക്കുന്ന സമയത്ത് ഈ ബോധത്തെ നിലനിർത്തുന്നതും പ്രവർത്തിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രാണനാണ്. അപ്പൊ പ്രാണനം എന്നുള്ള പ്രോസസ്സിലൂടെ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ക്ഷമതയും നമ്മൾ നേടുന്നു. ഈ പ്രാണനം കൊണ്ടുള്ള നമ്മൾ കൈവരിക്കുന്ന ക്ഷമതയും പാറ്റേൺ ഷിഫ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സിദ്ധിയും, അത് പ്രായോഗികമായിട്ടുള്ള സാന്ദർഭികമായ സിദ്ധിയും കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ആത്മയാനം എന്നുള്ള പ്രോസസ്സ് നമ്മൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ അതിലൂടെ നമ്മൾ എത്തിപ്പറ്റുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വളരെ വ്യക്തതയുള്ള, തുലനമായിട്ടുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ എത്തുക. അപ്പോൾ ഇതാണ് നമ്മുടെ അകത്തും പുറത്തുമുള്ള മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയേറെ ബോധതലങ്ങൾ, സഹജാവബോധം, ശിക്ഷിതാവബോധം, ഉപബോധം, സത്താബോധം, പ്രകടബോധം, പ്രതിബോധം, പിന്നെ അവസാനം പറഞ്ഞ ഒരു കാര്യം പറഞ്ഞില്ല, അവസാനമായിട്ട് വരുന്നത് പരിബോധം. ഇവയെല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണെന്നുള്ളത് അറിഞ്ഞ് അത് പ്രയോഗിച്ച് അത് നടപ്പിൽ വരുത്തുന്ന ഒരു അവസ്ഥയാണ്. അതായത് ബോധത്തിലായി അത് ബോധ്യത്തിലാക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഈ ആത്മയാനത്തിലൂടെ നേടാൻ പോകുന്നത്. അതിന് നിങ്ങൾ സജ്ജരാവുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.